നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് സിഗ്നലിൽ നിർത്താൻ ശ്രമിച്ച ബൈക്കിനെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. വന്യജീവി ആക്രമണത്തിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജീവനം പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികളുടെ സംഗമം നടന്നു. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിലെ വയോജന സർഗ സംഗമം സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ഡോക്ടേഴ്സ് അറ്റ് വില്ലേജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്തിന്റെ 3ാമത് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമാണ് ഡോക്ടേഴ്സ് അറ്റ് വില്ലേജ്. വാർത്തകൾ വിശദമായി. പുതുക്കാട് സിഗ്നലിൽ നിർത്താൻ ശ്രമിച്ച ബൈക്കിനെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 6:20 സംഭവം. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവതിക്ക് പരിക്കേറ്റു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ മൂവാറ്റുപുഴ സ്വദേശിനി പറപ്പള്ളി വീട്ടിൽ 29 വയസ്സുള്ള ചിത്രയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സിഗ്നലിൽ നിർത്താൻ ശ്രമിക്കുകയായിരുന്ന ബൈക്കിന് പിറകിൽ വളരെ വേഗത്തിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 30 മീറ്ററെങ്കിലും ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികർ കാറിന് മുകളിലൂടെ പുറകിലേക്ക് വീഴുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. JCI വിജിലന്റ് ഐ നിരീക്ഷണ ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിന് നിസ്സാര പരിക്കുകളാണുള്ളത്. ഒരു ഡോക്ടർ ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വനഭേദഗതി ബിൽ നടപ്പാക്കുന്നതിനെതിരെയും വന്യജീവി ആക്രമണത്തിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നുവെന്നും ആരോപിച്ചും കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, സെബി കൊടിയൻ, INTUC ജോയിന്റ് സെക്രട്ടറി PT വിനയൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് EA ഓമന, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ, ഡേവിസ് W അക്കര, P ഗോപാലകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജോസഫ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ഫൈസൽ ഇബ്രാഹിം, ജിജോ പുന്നക്കര, മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലൈസ ലിജോ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേബ് ചെറടായി, പെൻഷനേഴ്സ് ബ്ലോക്ക് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കാർലത്തുകാരൻ എന്നിവർ പ്രസംഗിച്ചു. വന്യജീവി ആക്രമണം കൊണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നേക്കാൾ കൃത്യതയോടുകൂടി ഈ വിഷയങ്ങളെക്കുറിച്ച് ചായക്കടയിൽ ഇരുന്നു പോലും, ബസ് സ്റ്റാൻഡിൽ ഇരുന്നു പോലും, വൈകുന്നേരം കൂലിപ്പണി കഴിഞ്ഞ് ഈ പ്ലാവിന്റെ ചോട്ടിലൊക്കെ വന്നിരുന്നു കൊണ്ട് ഒരല്പനേരം തങ്ങളുടെ പ്രാദേശികമായിരിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പോലും ചർച്ച ചെയ്യുന്ന നിങ്ങൾ എന്നേക്കാൾ ഈ വിഷയത്തിൽ വളരെ ഗ്രാഹ്യമുള്ളവരാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു രൂക്ഷമായ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കേവലം ഒരു വെളിയാളം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിന്റെ നാനാ മേഖലകളിലുള്ള മുഴുവൻ ആളുകളും ഇവിടേക്ക് ഓടിയെത്തിയത്. മുഴുവൻ അനാസ്ഥകൾക്കെതിരെയും ഈ നാട്ടിൽ എവിടെ വന്യമൃഗം ഇറങ്ങിയാലും ആർക്കെല്ലാം അപകടം സംഭവിച്ചാലും അവിടെ ഏറ്റവും അധികം ഓടിയെത്തുന്നതും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതും അത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുന്നതും അറിയിക്കുന്നതും മീഡിയാസിനും ബൈറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മലയോര കർഷക സമിതിയുടെ അധ്യക്ഷ കൂടിയാണ് ഓമനി ചേച്ചി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രതിഷേധ സംഗമ പരിപാടി പുൽക്കണ്ണി സെന്ററിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകൾ മാത്രമല്ല, കഴിഞ്ഞ 3 വർഷത്തിലധികമായി തുടർച്ചയായി കാട്ടാന ആക്രമണങ്ങളും മറ്റു വന്യജീവി ഉപദ്രവങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജീവനം പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികളുടെ സംഗമം നടന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു.
PT കിഷോർ, കാർത്തിക ജയൻ, NM പുഷ്പാകരൻ, KC പ്രദീപ്, MK ശൈലജ എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും രോഗികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. നെരിപ്പോടുപോലെന്തോ കത്തുന്നു ഹൃദയത്തിൽ നിന്റെ ദുഃഖത്തെ കുറിച്ചുള്ള ദുഃഖം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിലെ വയോജന സർഗ സംഗമം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. സംഗമത്തിന്റെ ഭാഗമായി ജനുവരി 2 മുതൽ 6 വരെ നീണ്ടു നിൽക്കുന്ന വയോജന ക്ഷേമ പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടമായി പഞ്ചായത്തിലെ 500-ൽ പരം വയോജനങ്ങളെ പഠനയാത്രയ്ക്കായി അയച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, വയോജന കമ്മിറ്റി ഭാരവാഹികൾ, ആശാ വർക്കർമാർ, അംഗനവാടി അധ്യാപകർ എന്നിവർ സന്നിഹിതരായി. എൻ്റെ പുതുവർഷ ആശംസകൾ. ഇന്നലെ മുതൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു. പുതുവത്സര ആശംസകളും അതോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു ചേർന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും നല്ല യാത്രയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. ഈ ഉല്ലാസയാത്ര, ഈ വിനോദയാത്ര ഔപചാരികമായി ഉദ്ഘാടനം. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ഡോക്ടേഴ്സ് അറ്റ് വില്ലേജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്തിന്റെ 3ാമത് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഡോക്ടേഴ്സ് അറ്റ് വില്ലേജ് സംഘടിപ്പിച്ചത്. ഗ്രാമീണ കേന്ദ്രങ്ങളിൽ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന പദ്ധതിയാണിത്. പുല്ലൂർ ചേർപ്പുംകുന്ന് ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ജോൺസ് പോളിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് അറ്റ് വില്ലേജ് പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേച്ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം KU വിജയൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സമിതി ചെയർമാൻ KP പ്രശാന്ത്, ഭരണസമിതി അംഗങ്ങളായ തോമസ് തൊഗലത്ത്, നികിത അനൂപ്, സേവ്യർ ആളൂക്കാരൻ, മണി സജയൻ, ഡോക്ടർ അനൂപ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അജീഷ്, JPHM ഗിരിജ, JH1 മനീഷ എന്നിവർ സന്നിഹിതരായി. ഡോക്ടേഴ്സ് അറ്റ് വില്ലേജ് പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു കൊല്ലം നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടത്തണേ. അതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയൊക്കെ വിപുലപ്പെടുത്താൻ കഴിയുമെന്ന് നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയുള്ളൂ. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ് കാലിൽ കയറി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. വടക്കാഞ്ചേരി ഒന്നാംകല്ല് സ്വദേശി 70 വയസ്സുള്ള പുതുവീട്ടിൽ നബീസയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെയായിരുന്നു മരണം. വെള്ളിയാഴ്ച രാവിലെ ഒന്നാംകല്ലിൽ വെച്ചായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ നബീസയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെടുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഇവർ ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള ബസ്സിൽ കയറേണ്ടതിന് പകരം പട്ടാമ്പി ബസ്സിൽ കയറുകയും അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി ധൃതിയിൽ ബസ്സിന്റെ മുൻഭാഗത്തെ ഡോറിലൂടെ ഇറങ്ങുന്നതിനിടെ കാലുമടങ്ങി ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. ഇവർ വീണതറിയാതെ ബസ് മുന്നോട്ടെടുക്കുകയും നബീസയുടെ ഇടത് കാലിലൂടെ ബസ്സിന്റെ പിൻചക്രങ്ങൾ കയറി ഇറങ്ങുകയായിരുന്നു. എടമുട്ടത്ത് യുവാവിന് കത്തിക്കുത്തേറ്റ് ഗുരുതര പരിക്ക്. കഴിമ്പ്രം തവളക്കുളം സ്വദേശി പള്ളത്ത് ഭരതന്റെ മകൻ 31 വയസ്സുള്ള അഖിലിനാണ് കുത്തേറ്റത്. എടമുട്ടം സെന്ററിന് പടിഞ്ഞാറ് സൊസൈറ്റിക്കടുത്ത് ശനിയാഴ്ച രാവിലെ 11-നാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കാണ് കത്തിക്കുത്തിന് കാരണമെന്ന് പറയുന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന് പറയുന്നു. നന്ദിപുലം സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ 97-ാം തിരുനാളിന് കൊടിയേറി. തിരുനാൾ കൊടിയേറ്റത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 11, 12 തീയതികളിലായാണ് തിരുനാൾ. 11-ാം തീയതി രാവിലെ 10-ന് നടക്കുന്ന പാട്ടുകുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3:45-ന് വിശുദ്ധ കുർബാനയ്ക്ക് വെള്ളാരമ്പാടം ആശ്രമം ഫാദർ ജോജു ചൊവ്വന്നൂർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രദർശനവും വർണ്ണമഴയും DJയും ഉണ്ടായിരിക്കും. ജനുവരി 13-ന് രാത്രി 7-ന് ഗാനമേളയും ഉണ്ടായിരിക്കും.
കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥന്റെ സുവർണ ജൂബിലി വർഷ തിരുനാളിന് കൊടിയേറി. നവവൈദികൻ ഫാദർ വിപിൻ വേരൻപിലാവ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, വചന സന്ദേശം എന്നിവയുമുണ്ടായി. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ട്രസ്റ്റിമാരായ ദേവസി മാഞ്ഞൂക്കാരൻ, കൊച്ചപ്പൻ ചാക്യത്ത്, ഷാജൻ കുറിയടത്ത്, കൺവീനർ ഡേവിസ് പാണാടൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 11, 12, 13 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. 10-ന് കൂട് തുറക്കൽ ശുശ്രൂഷ, വാഹന അകമ്പടിയോടെ പ്രദർശനം, 11-ന് രാവിലെ ദിവ്യബലിക്ക് ശേഷം യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, രാത്രി 11-ന് അമ്പു പ്രദർശനം സമാപനം എന്നിവ നടക്കും. 12-ന് രാവിലെ 10-ന് നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തേജസ് കുന്നപ്പിള്ളി കാർമ്മികത്വം വഹിക്കും. ഫാദർ ആൽവിൻ അറക്കൽ സഹകാർമ്മികനാകും. ഫാദർ മെൽവിൻ കളപ്പുരയ്ക്കൽ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3:30-ന് ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിലുള്ള ദിവ്യബലി, തുടർന്ന് തിരുനാൾ പ്രദർശനം എന്നിവയുണ്ടാകും. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് നടന്നു. പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കെ രമാദേവി, രവീണ അംബരീഷ്, ഇ കെ രാഗി എന്നിവർ പ്രസംഗിച്ചു. 4 ഗ്രൂപ്പുകളിലായാണ് വിദ്യാർത്ഥികൾ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്തത്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. മത്സരത്തിൽ 2-3 സ്ഥാനത്തിലേക്ക് പോയിരിക്കും. എങ്കിൽ തന്നെയും നമുക്ക് ഒരു ലക്ഷ്യം വേണം, അത് എത്തിപ്പിടിക്കാനുള്ള ലക്ഷ്യം. PSC പരിശീലന രംഗത്ത് വെന്നിക്കൊടി പാറിച്ച് 20-ൽ ഏറെ പേർക്ക് വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി നേടിക്കൊടുത്ത വരന്തരപ്പള്ളി ഗുരുകുലം PSC കോച്ചിംഗ് അക്കാദമിയുടെ 2027 നടക്കുന്ന LDS ആൻഡ് LGS ബാച്ചുകളുടെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10-ന് നടക്കും. വരന്തരപ്പള്ളി മഹല്ല് ഖത്തീബ് VM ഇല്യാസ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. വരന്തരപ്പള്ളി മുസ്ലിം ജമാഅത്ത് സമിതി പ്രസിഡന്റ് ഹുസൈൻ അരിപ്പുറം അധ്യക്ഷത വഹിക്കും. പുതുക്കാട് PP ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ PP ജോർജ് അനുസ്മരണം ഞായറാഴ്ച സംഘടിപ്പിക്കും. രാവിലെ 10-ന് പ്രചോദി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഹർഷചൻ പഴയാറ്റിൽ ഉദ്ഘാടനം ചെയ്യും. ലയൺസ് ക്ലബ് ഓഫ് കല്ലൂരും ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷനും സംയുക്തമായി ഞായറാഴ്ച ആലങ്ങാട് സെന്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ക്യാമ്പ്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൃദയം 2025 ഫെയർവെൽ ഡേ ചൊവ്വാഴ്ച സംഘടിപ്പിക്കും. രാവിലെ 9-ന് സിയോൺ ഹാളിലാണ് ഫെയർവെൽ. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ജനുവരി 6-ന് രാവിലെ 11-ന് തൃശൂർ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള പുതിയ പരാതികൾ നേരിട്ട് സ്വീകരിക്കും. 9746515133 എന്ന വാട്സ്ആപ്പ് നമ്പർ മുഖാന്തരം പരാതികൾ സമർപ്പിക്കാം. 2024 ഡിസംബർ 31-നകം 50 വയസ്സ് പൂർത്തിയാകാത്തവരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ വിവിധ കാരണങ്ങളാൽ പുതുക്കാതിരുന്നതിനാൽ റദ്ദാക്കപ്പെട്ടവരുമായ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി നിലനിർത്തി രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി 2025 മാർച്ച് 18 വരെ അവസരം ലഭിക്കുന്നതാണെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെടുക. ഒല്ലൂരിലുള്ള PGITIയിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. PSC റൊട്ടേഷൻ ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന സംവരണേതര ചാർട്ട് പ്രകാരം ഇസൈഡ് വിഭാഗത്തിൽ നിന്നുമാണ് നിയമനം നടത്തുക. AICTE UGC അംഗീകൃത എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ അംഗീകൃത കോളേജിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള 3 വർഷത്തെ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിലുള്ള NTC NCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി 10-ന് രാവിലെ 10:30-ന് ചാലക്കുടി ഗവൺമെന്റ് ITയിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 04802701 സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7215 രൂപയും പവന് 57,720 രൂപയും രേഖപ്പെടുത്തി. നോർത്ത് നന്ദിപുലം മാപ്രാണത്തുകാരൻ കുഞ്ഞിപ്പാലു വറീദ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മറിയൻകുട്ടിയാണ് ഭാര്യ. ജോൺസൺ, ജോളി എന്നിവർ മക്കളും ബീന, വിൽസൺ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ കുറ്റിക്കാടൻ വെല്ലപ്പാടി പരേതനായ അന്തോണി ഭാര്യ റോസി അന്തരിച്ചു.
78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് IPC പോഞ്ഞായിരി ശ്മശാനത്തിൽ. പ്രിൻസി, ബെന്നി, ആനീസ്, ബേബി എന്നിവർ മക്കളും ജോൺ, ലിൻസി, തോമസ്, ജോയ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സിഗ്നലിൽ നിർത്താൻ ശ്രമിച്ച ബൈക്കിനെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. വന്യജീവി ആക്രമണത്തിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജീവനം പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികളുടെ സംഗമം നടന്നു. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിലെ വയോജന സർഗ സംഗമം സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ഡോക്ടേഴ്സ് അറ്റ് വില്ലേജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്തിന്റെ 3ാമത് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമാണ് ഡോക്ടേഴ്സ് അറ്റ് വില്ലേജ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.